പ്രവർത്തനങ്ങൾ നിരവധി പദ്ധതി പ്രവർത്തനങ്ങളുണ്ട്. ആ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ട്രാഫിക് ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പട്ടണമാകെ പട്ടിണിയായി. കായംകുളം നഗരസഭാ ഭരണത്തിനെതിരെ BJP കൗൺസിലർമാരുടെ കുത്തിയിരിപ്പ് സമരം. കായംകുളം നഗരസഭയിൽ BJP പാർലമെന്ററി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു സൂചനാ സമരം നടത്തിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ 7 മാസമാകാൻ പോകുന്നു. ഈ 7 മാസക്കാലമായിട്ട് കായംകുളം നഗരത്തിൻ്റെ ഭരണം ഒച്ച ഇഴുന്നതിനേക്കാൾ വളരെ സാവധാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ നഗരസഭയിൽ ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇവിടെ LDFും UDFും പരസ്പരം തമ്മിൽ പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ കായംകുളത്തിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ഇന്ന് ആവതാളത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഓണക്കാലം വരാൻ പോകുന്നു. കായംകുളം പട്ടണത്തിൻ്റെ വിവിധ പൊതുമരാമത്ത് പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, കായംകുളം നഗരത്തിലെ തിരക്കേറിയ ഈ സംവിധാനത്തിന് മാറ്റം വരുത്തണമെന്നുള്ള നിലയിൽ കഴിഞ്ഞ 1 മാസത്തോളമായി 1 മാസം മുമ്പ് നടന്ന മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെയാണ് സ്പിൽ ഓവർ പ്രവർത്തനങ്ങൾ, അതും ആവതാളത്തിലായിരിക്കുകയാണ്. പൊതുമരാമത്ത് പണികളൊന്നും തന്നെ കായംകുളത്ത് നടക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും ഇന്ന് കത്താതെ കിടക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ 10 പ്രാവശ്യം വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കില്ലെന്നാണ് പല കൗൺസിലർമാരും പറയുന്നത്. എന്താണ് കാരണം? ഈ നഗരസഭയിൽ നിന്നും അദ്ദേഹത്തിന് കാശ് കൊടുക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതെന്തിനാണ് കൗൺസിലർമാർ അറിയുന്നത്, ജനങ്ങൾ അറിയുന്നത്? കൃത്യമായ ഒരു ഭരണ നേതൃത്വം കായംകുളം നഗരസഭയിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായും അതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണം. ഞങ്ങൾ BJP ശക്തമായി ഇത് കൗൺസിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് വിജിലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ 1 മാസത്തോളമായി കായംകുളത്ത് വിജിലൻസിൻ്റെ അന്വേഷണം നടത്തുകയാണ്. നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ ഇന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 2024-25 ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് നമുക്കറിയാം. ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ട് കായംകുളം നഗരസഭ ഇത്രയും കാര്യങ്ങളാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഏതാണ്ട് 100ഓളം കാര്യങ്ങളാണ്, ഈ 100ഓളം കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അവർ ഒബ്ജക്ഷൻ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു വലിയ മാറ്റം കൊണ്ടുവരാം എന്നുള്ള ആഗ്രഹത്തോട് വന്നിട്ടുള്ള കൗൺസിലർമാരാണ് നിലവിലിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 10 വർഷമായി കായംകുളം പട്ടണത്തെ ഭരിച്ചവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കായംകുളത്ത് വരുമ്പോൾ കായംകുളത്തിൻ്റെ MLA UDF, ഭരണ സംവിധാനം UDF, കേരളം ഭരിക്കുന്ന UDF, ആ ഒരു ഭരണത്തിന് കീഴിൽ കായംകുളം പട്ടണത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൗൺസിലർമാരായിട്ട് കഴിഞ്ഞ 8 മാസമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കായംകുളത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം പോലും നേടിയെടുത്തു കൊടുക്കുവാൻ ഈ ഭരണ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ കരിപ്പുഴ തോടിൻ്റെ കാര്യം, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം BJP സമരത്തിലാണ്. ഒരു ഫിസിഷ്യൻ മാത്രമാണ് ഉണ്ടായത്, ഒരു ഡോക്ടറായിരുന്നു. ഇപ്പോൾ 1-2 ഡോക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ആ വികസനം പലതും പല തട്ടിലും പല വഴിക്കുമാണ്. അതുപോലെ തന്നെ മാലിന്യ വിഷയങ്ങൾ, കറണ്ടിൻ്റെ വിഷയങ്ങൾ ഒക്കെ, ഏത് വിഷയം എടുത്തോ, ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഏത് വിഷയം എടുത്തു നോക്കിയാലും അനധികൃത നിർമ്മാണത്തിന് ചൂട്ടുപിടിക്കുന്നുള്ള കാര്യങ്ങളല്ലാതെ ഒരു പദ്ധതി നടത്തിപ്പും ഈ കായംകുളം പട്ടണത്തിലില്ല. നഗരസഭയിലെ ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലെ അനാസ്ഥയിലും സമഗ്ര വികസനത്തോടുള്ള ഭരണ നേതൃത്വത്തിന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് BJP കൗൺസിലർമാർ നഗരസഭാ കവാടത്തിനു മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നഗരസഭയുടെ ഭരണം പൂർണ്ണമായും അവതാളത്തിലായതായി സമരക്കാർ ആരോപിച്ചു. മാലിന്യ നിർമ്മാർജ്ജനവും വെള്ളക്കെട്ടും, നഗരത്തിലെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുക, മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക, അനധികൃത നിർമ്മാണങ്ങൾ, നഗരസഭാ പരിധിയിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, ട്രാഫിക് സുരക്ഷ, റോഡ് സുരക്ഷിതത്വത്തിനായി മുൻപ് കൗൺസിലിൽ വെച്ച ട്രാഫിക് അജണ്ട അടിയന്തരമായി നടപ്പാക്കുക, വഴിവിളക്കുകളുടെ തകരാറുകൾ പരിഹരിക്കുകയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുകയും ചെയ്യുക, ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജനോപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ BJP പാർലമെന്ററി പാർട്ടി കൗൺസിലിൽ ചൂണ്ടിക്കാണിച്ചിട്ടും നടപ്പിലാക്കാൻ ഭരണ സംവിധാനം തയ്യാറാകുന്നില്ലെന്ന് BJP പാർലമെന്ററി പാർട്ടി ചെയർമാൻ രാജേഷ് കമ്മത്തും സെക്രട്ടറി പുളിയറ വേണുഗോപാലും കുറ്റപ്പെടുത്തി. സമരത്തിന് മുന്നോടിയായി നടന്ന പ്രതിഷേധ യോഗത്തിൽ കൗൺസിലർമാരായ കവിത രാജേഷ്, അനിത S, ഷീല പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.